എക്സാമ്പിൾ പറയാം. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പൊ പറയുന്നത് വേണം. ഈ സംഭാഷത്തിൽ പറഞ്ഞു എന്നിട്ട് അതൊരു കൃഷ്ണാക്കി കാണിക്കാം. എന്നിട്ട് കണ്ടോ പേടിക്കുന്നു. എന്ത് പേടി? ഞങ്ങൾ അഹുദുസുന്നത്തുൽ ജമാഅയുടെ ആളുകളാണ്. ഞങ്ങളെ ആശയം പറയാൻ ഞങ്ങൾക്ക് ഒരാളെ മുന്നിലും പേടിക്കേണ്ടതില്ല. ഞങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ഭയപ്പെടുന്നുള്ളൂ. അത് മനസ്സിലാക്കണം. എന്നിട്ട് പേരോടുത്താതെ അതിനെ അംഗീകരിച്ചിട്ടില്ല. റസൂലിന്റെ കാപ്പി അംഗീകരിച്ചു, നെല്ലിക്കുത്തുസ്താദി അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുകയാണ്. അത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടും രണ്ട് രൂപത്തിലുള്ള മറുപടിയാണ്. അത് സാധാരണ പറയുന്നതാണ്. ചിന്താരാധകരോട് അല്ലാഹു പറഞ്ഞിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവരെ വിളിച്ചിട്ട് കാര്യമില്ല, അവർ കേൾക്കൂല. അതാരും പറഞ്ഞു വെച്ചു. എന്നിട്ടൊരു സാധ്യത ഒരു കേട്ടു എന്ന് സങ്കല്പിച്ചാൽ, അങ്ങനെ സങ്കല്പിച്ചാലും അവർ ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞൂല. ബിംബങ്ങളെ കുറിച്ച് പറഞ്ഞതാ. ഇതുപോലെയാ ഞാൻ പറയുന്നത്. ഈ സിദ്ദീഖ് മൗലിദിലെ ഈ സംഭവങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ തന്നെ അതാ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾ കേട്ടു, അവർ കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ എന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഒരു സാധ്യത ഞങ്ങൾ പറയുകയാണ്. സിദ്ദീഖ് മൗലിദിലുള്ള സംഭവം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങൾ പറഞ്ഞ ആ പ്രശ്നം ആ സംഭവത്തിൽ ഇല്ല. നിങ്ങൾ പറഞ്ഞ ആ പ്രശ്നം ആ സംഭവത്തിലില്ല. നബിയേക്കാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉയർത്തി നബിയെ ഇൻസൾട്ടാക്കി എന്ന പ്രശ്നം അതിലില്ല. ഇതാണ് രണ്ട് മറുപടി. നിങ്ങൾ പറഞ്ഞോ അള്ളനെതിരായി അള്ള ആദ്യം പറഞ്ഞു കേൾക്കൂല, പിന്നെ പറഞ്ഞു കേട്ടാലോ ഉത്തരം ചെയ്യൂല. അത് എതിരാവലല്ല, അത് പഠിക്കാത്തത് കൊണ്ടാണ്. അത് ഉത്തരം പറയുന്നതിന്റെ ഒരു ശൈലിയാണ്. അതറിയണ്ടേ? വൻസാബോധി പരിചയം വേണ്ടേ? എന്നിട്ട് അതിനുവേണ്ടി ഒരുപാട് സമയം. എന്തിനാണത്? ഞങ്ങൾക്ക് ഭയമില്ല. നിങ്ങളെടുത്തു നോക്ക്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ് മങ്കൂസ്, അതിന് സിദ്ദീഖ് മൗലിദ് ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുണ്ട്, അംഗീകരിക്കത്ത അല്ലാത്തതുണ്ട്. നിങ്ങൾക്ക് സിദ്ദീഖ് മൗലിദിന്റെ വിഷയത്തിൽ ഒരു വാദപ്രതിവാദത്തിന് നിങ്ങളുണ്ട് ഉണ്ടെങ്കിൽ തയ്യാറാവുക. പക്ഷേ ഒറ്റ നിബന്ധന, ആദ്യത്തെ സംവാദം ഞങ്ങൾ അന്ന് പറഞ്ഞ അഞ്ചെണ്ണത്തിൽ തന്നെ നടക്കട്ടെ. ആദ്യം മങ്കൂസ് മൗലിദ്, അടുത്ത ആഴ്ച ആവണമെന്നില്ല, അടുത്ത ദിവസം തന്നെ ആരും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. റെഡിയാണ്, പെട്ടെന്ന് സംഗതി റെഡിയായി കഴിഞ്ഞു. അടുത്ത ദിവസം സിദ്ദീഖ് മൗലിദ് നിങ്ങൾ പറഞ്ഞ മൗലിദൊക്കെ തയ്യാറുണ്ടോ? അതാ ഞങ്ങൾ പറഞ്ഞത് അന്നും ഇന്നും എന്നും. അല്ലാതെ ഒളിച്ചോട്ടത്തിന്റെ ഏതൊരു കാര്യവും ഞങ്ങൾക്കില്ല. എന്നിട്ടോ നിങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ നിന്ദിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്നവർ നിങ്ങളാണ്, ഞങ്ങളല്ല. മോദി പറയുന്നു റസൂലുള്ളാഹിന്റെ മുടിയെപ്പോലും സഹാബത്ത് സൂക്ഷിച്ചു വെച്ചത് ആ മുടിയെ ബറക്കത്തെടുക്കാനല്ല എന്ന് പറഞ്ഞ് നിന്ദിച്ചത് നിങ്ങളാണ്, ഞങ്ങളെ മൗലിദിലല്ല. അത് ബാലിശേഖരൻ പറഞ്ഞോട്ടെ. വ്യക്തമായി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കും. സ്നേഹമുള്ള മക്കള് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബാപ്പത്തെ ജുബ്ബ, ഒരു ബാപ്പാന്റെ വല്ല മുടി എവിടെ കൊണ്ടു അതെന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യം വിചാരിക്കാനാ? അല്ല, അതിന് പുണ്യം വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്നെന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല. സ്നേഹമുള്ളവരൊക്കെ ചെയ്യണം. ബാപ്പാന്റെ ഒരു പേന, ബാപ്പ ചോദിച്ച ഡയറി, അല്ലെങ്കിൽ ബാപ്പ ചോദിച്ച മറ്റെന്തെങ്കിലും ഒരു ചെറിയ പെൻസില്, ഈ വക കാര്യങ്ങളൊക്കെ സ്നേഹമുള്ളവർ. റസൂലുള്ളാഹിന്റെ മുടി സഹാബത്ത് ചിലർ അങ്ങനെ സൂക്ഷിച്ചു, സത്യമാണ്, അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ആരെ കൃത്യമായി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന്. അപ്പൊ നിങ്ങൾ നബിതങ്ങളെ മുടി സഹാബത്ത് എടുത്തു വെച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുടിയെന്ന് മുറിക്കുമ്പോഴെത്തുമ്പോ സഹാബത്ത് ചുറ്റുഭാഗത്തിൽ കൂടി നിന്ന് ഒരൊറ്റ മുടിയും പോകാതെ സൂക്ഷിച്ചു വെച്ചതിനെ കുറിച്ച് പോലും തട്ടിവിടുന്നത്. അത് നമ്മൾ വാപ്പന്റെ പേനെടുത്തു വെച്ചില്ലേ, അതുപോലെയാണ്. ഇയാളൊക്കെ ചികിത്സിക്കേണ്ടത് ഇവിടെയാണ്. ഇതാണ് നബിതങ്ങളെ ഇൻസൾട്ടേഷൻ എന്ന് പറയുന്നത്.
സാധാരണക്കാരനെ ചെയ്യാൻ പറയുന്നത്. അതാണ് നിങ്ങൾ പേടിക്കേണ്ടത് കേട്ടോ, അതാണ് ആശുപത്രി പേടിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട് ഏറ്റ വെള്ളം എല്ലാവർക്കും ശിഫാഇന് നൽകിയിരുന്നില്ലേ? നിഷേധിക്കാൻ കഴിയോ നിങ്ങൾക്ക്? ഇല്ല. നിങ്ങൾക്ക് മഹാന്മാരോട്, പ്രത്യേകിച്ച് ഹബീബായ റസൂലുള്ളാഹി ആദ്യമായി അവിടത്തേക്ക് വഹി ലഭിച്ച സ്ഥലമാണല്ലോ ഹിറാഹ്, അല്ലെ? ആ ഹിറാഹ് അവിടെ പോയി ആളുകളതാ അവിടുത്തെ ചിന്തനമർപ്പിക്കുമ്പോ അതുപോലും ചോദ്യം ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. കേട്ടോളൂ നിങ്ങൾ, ബാലുശ്ശേരിക്കാരെന്ന് പറയുന്നു. അവിടെ ഇറാഖ് ചെന്നിട്ടൊരു പാകിസ്ഥാൻ എന്ത് കല്ലിന് ജാമ്യത്ത് മുപ്പത് കല്യാണം കഴിഞ്ഞാണ് പാറയിലേക്ക് ഭയങ്കര മുട്ടൽ. ഈ സമൂഹം ജീവിക്കുന്ന ഒരു സ്ഥലം അല്ലേ? ചുരുക്കിന്റെ കൂടാരങ്ങളെ ഗോഡൌണുകളാണ് പാകിസ്ഥാനൊക്കെ ചുരുക്കിന്റെ. അതൊക്കെ ജമാഅത്തെ ഇസ്ലാം ഉണ്ടത്രേ. സ്ഥലത്തിനുണ്ടെന്നാ കേൾവി. എന്താ അവിടെ നടക്കുന്നത് അല്ലാഹു അഅലം. സ്ഥലത്തേറുണ്ട്. പാകിസ്ഥാനുകളെ ഞാൻ ഒരുപാട് രാജ്യത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചുരുക്കിന്റെ ആളുകളാണ്. അതുകൊണ്ട് മൂപ്പര് പിന്നെ മൂപ്പര കച്ചവടമാണ് എല്ലാവരും വിശ്വസിക്കാത്തത്. പക്ഷെ അടുത്ത സ്റ്റേജിൽ വന്നിട്ട് പറയും ഞങ്ങൾ മുസ്ലിം പറയിട്ടോ മുജാഹിദാണ്, അതുകൊണ്ടാണ് ചോദിക്കണ്ട. അതെന്താ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ ഏത് മൗലൂദ് ആയാലും ഏത് മാലയായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളാണ് മാല പാടുന്നത്, ഞങ്ങളാണ് മൗലൂദ് ഓതുന്നത്, ഞങ്ങളാണ് മൗലൂദ് രചിക്കുന്നത്. ഞങ്ങൾ തന്നെ അത് വിശദീകരിക്കുകയും യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് കാര്യമായി പറഞ്ഞതാണല്ലോ പുസ്തകത്ത് ചൊല്ലി നീർമദനി ഇവിടെ വന്ന് ചൊല്ലേണ്ടിയിരുന്നോ? എന്തിനിവിടെ വന്ന് ചൊല്ലി? അതാ എനിക്ക് അത്ഭുതം. എനിക്ക് പിന്നെ അത്ഭുതം തന്നെയാണ് തോന്നുന്നത്. ഏത് അങ്ങോട്ടൊന്നും ഞാൻ പിന്നെത്തുന്നത് അയാൾ വ്യവസ്ഥയിൽ മുന്നിട്ട് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അത് പറയാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞത് 5 മൗലൂദിന് ഉപയോഗിക്കോളൂ. അവിടെ നിന്ന് റെഡിയായില്ല. ഇവിടെ വന്നിട്ട് വെല്ലുവിളിക്കാണ്. ഞാൻ പറയുന്നു അഹ്ലു സുന്നത്ത് വൽ ജമാഅയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനല്ലാതെ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് ചെയ്യാമെന്ന് അഹ്ലു സുന്ന ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ, കഴിയില്ല. എന്താ സംഭവം എന്നറിയോ നിങ്ങൾക്ക്? എന്താ സംഭവം എന്നറിയോ? നമ്മളാരും അല്ലാഹു അല്ലാത്തവരോട് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥന സമർപ്പിക്കുന്നില്ല. ഇല്ല, തീർച്ചയാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. കള്ളു കുടിക്കാൻ പാടില്ല എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ. എല്ലാവർക്കും അറിയാം കള്ളു കുടിക്കാൻ പാടില്ല. പക്ഷേ ഇടക്കാലത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു കള്ളു എന്ന് പറഞ്ഞാൽ എന്താ? മൂപ്പര വക പുതിയൊരു നിർവചനം. മധുരമുള്ള വെള്ളത്തിന് പറയുന്ന പേരാണ് കള്ളീർ. ഞാൻ മുജാഹിദ് എങ്ങനെ ഉണ്ടായിന്നാണ് ഈ പറയുന്നത്. കള്ളു കുടിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഇയാള് വന്നിട്ട് പുതിയൊരു നിർവചനം. എന്ത്? കള്ളു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മധുരമുള്ള വെള്ളത്തിന് പറയുന്ന പേരാണ്. അങ്ങനെയാണോ കള്ളു? അല്ല, ഇയാളെ നിർവചനം ഉണ്ടാക്കി. ആ നിർവചനമായിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു സാധു മനുഷ്യനുണ്ട് ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ചായ കുടിക്കും. ഇങ്ങനെ പറഞ്ഞു കണ്ടോ അയാൾ കള്ളു കുടിക്കുകയാണ്. എന്നിട്ട് ഓടി ആയത്ത് എന്താ ആയത്തോടിയത്? ഇന്നമൽ ഖംറു വൽ മൈസിർ. എന്നിട്ട് തുടങ്ങി അതാ കള്ളും അതുപോലെ ചൂതാട്ടവും അതുപോലെയുള്ള സംഗതിയൊക്കെ പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. അതിന്റെ ഇയാളെ ഇയാൾ ചായല്ലേ കുടിക്കുന്നത് ചായയാണ്. ഇതുപോലെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് ഇവിടെ ആർക്കും തരത്തില്ല. പക്ഷേ പ്രാർത്ഥന എന്ത് എന്നവർ മാറ്റി അല്ലാത്തവരെ വിളിച്ചാൽ അത് പ്രാർത്ഥനയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് ഈ സമൂഹത്തെ വഞ്ചിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചില്ലേ തൗഹീദ്? ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. മങ്കൂസ് മൗലിദിലെ വരിയാണ് ഞങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം കിട്ടിയ മങ്കൂസ് മൗലിദിലെ വരി.
അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പൊറുക്കണം എന്നല്ല, ഞങ്ങൾ അങ്ങയോട് ആവലാതി പറയുന്നു, നിങ്ങൾ വേണ്ടത് ചെയ്യണമെന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് ശരിയാണോ? നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? മർക്കു സഹീഹുൽ ബുഖാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ അതാ ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞില്ലേ നബിയോട്, അത്തൂബു ഇലല്ലാഹി വഇലാ റസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഞാൻ ചെയ്ത തെറ്റിന് തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്നു, അതാ ഖേദിച്ചു മടങ്ങുന്നു. ആയിഷ നിങ്ങൾക്ക് തിരിയില്ലേ നിങ്ങളുടെ തൗഹീദ്? എവിടെയാ ഇവർക്ക് ശേഷമോ അത് ഞാൻ മൗലവി കൊണ്ട് തന്നെ അങ്ങ് പറയിപ്പിച്ച കേട്ടോ. മൗലവിക്ക് ഇവിടെ പെടുത്തുന്നു ചിന്തിക്കും. എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു വലിയെ വിളിക്കാൻ പറ്റൂ, അല്ലാഹുവേ കാക്കണേ, റബ്ബേ രക്ഷിക്കണേ, റഹ്മാനെ കാക്കണേ എന്നിങ്ങനെ പടച്ചവനെ മാത്രമേ വിളിക്കാൻ പറ്റൂ ഒരു മുസ്ലിമായ മനുഷ്യന്. അപ്പോൾ അതല്ലാത്ത ഒരു വിളി വന്നാലോ ആ വിളിക്കപ്പെടുന്നതിന് അവൾ ഇലാഹാക്കി. പിന്നീട് എവിടുന്ന് വന്നു സഹോദരങ്ങളെ മുഹമ്മദ് നബിയെ എന്ന വിളി? പിന്നീട് എവിടുന്ന് വന്നു ശൈഖേ എന്ന വിളി? നമ്മൾ ശരിക്കും മനസ്സിലേക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. എവിടുന്ന് വന്നു കണ്ടോ? ഒറ്റ വിളിയെ എടുക്കാൻ പറ്റൂ. എന്നാ പിന്നെ അത് ഇവരംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചോളൂ. ഇല്ല. കാരണം എന്താ? ഒറ്റ വിളിയെ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നേരെ വിസ്തരിക്കാൻ പോവാണ്. ഈ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ, ഓ നബിയേന 1400 കൊല്ലം മുമ്പ് മരിച്ച നബിയെ വിളിക്കുന്നു. അതാ ചേതനീ പറഞ്ഞ ഞങ്ങൾ അത്തഹിയാത്ത് ഓടാൻ പാടില്ല, അത്തഹിയാത്ത് ശിർക്കാണ്. അത് പിന്നെ ന്യായം എന്ന് പറയാം. ആ നിലയ്ക്ക് ഏകാപരമായിട്ടല്ല. അപ്പൊ നിങ്ങൾ നോക്ക്, ആ രൂപത്തിൽ വെറുതെ വാദിക്കുകയാണ്. എന്നിട്ടോ എവിടുന്ന് കിട്ടി മുഹമ്മദ് നബിയെ എന്ന വിളി? ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക്, ഏറ്റവും ഒടുവിൽ നടന്ന ആലുവാ സംവാദം എന്ന് നിങ്ങളെടുത്ത്, ആലുവാ സംവാദമെടുത്ത് നീർമതി മറന്നുപോയോ? നിങ്ങളെ കൊല്ലിച്ചു പിടിച്ച തെളിവ് മങ്കൂസ് മോദിലും സർവസന്നന മോദിലും ഈ വല്ലപ്പുഴയിൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങള് ശരിക്കു കൊടുക്കുന്ന തെളിവുകളുടെ ശൃംഖല ഈ വല്ലപ്പുഴയിൽ ഒഴുകുമായിരുന്നു. അതറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ നീങ്ങിയത്? പറയണം നിങ്ങൾ ഉത്തരം. എന്താണെന്നറിയ തെളിവ് നമ്മളൊന്ന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടി മുഹമ്മദ് നബി എന്ന വിളി? നമ്മൾ പറഞ്ഞു പഴയകാലത്ത് വിളിച്ചു എന്ന് മാത്രമല്ല, ഇനി വരും ഒരാൾ. അതാരാണെന്നറിയോ നിങ്ങൾക്ക്? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. അല്ലാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ. ഈസാ നബി എന്തിനാ വരുന്നത്? ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ദജ്ജാലിനെ കൊല്ലാൻ പോരാ, വേറും കുറെ ദജ്ജാലുകളുണ്ട്. അതാരാ ദജ്ജാലുകൾ? ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല മുഅ്മിനീങ്ങളെ, ഞാൻ ആരെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് അവസാന കാലത്ത് ചില വഞ്ചകന്മാർ വരുന്നു. അവർ ലക്ഷണം പച്ചക്കള്ളം പറയുന്നവരായിരിക്കും കേട്ടോ. അവർ വഞ്ചന നടത്തുന്നവരായിരിക്കും. ഈ ദജ്ജാലികളുടെ ആശയത്തെ തകർക്കാൻ കൂടിയാണ് ഈസാ നബി ലോകത്ത് വരുന്നത്. അത് ഇമാം നബവി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം ഇബ്നു ഹജർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി ചിന്തിച്ചോളൂ. ഈസാ നബി ഇങ്ങോട്ട് വന്ന് ദജ്ജാലിനെ കൊന്നു. പിന്നെ തന്റെ കൃത്യനിർവഹണത്തിന്റെ ഇടയിൽ നേരെ റൗളയിലേക്ക്. എന്തിനാ റൗളയിലേക്ക്? ചില ആളുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വഫാത്തായ നബിയെ ഒന്ന് വിളിച്ചാൽ ഒറ്റ വിളിയെ പറ്റുമെന്ന് ചില ആളുകൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടി മുഹമ്മദ് നബിയെ എന്ന വിളി എന്ന് ചില ആളുകളുടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തകർക്കണം. അതിനാണ് ഈസാ നബി റൗളയിലേക്ക് വരുന്നത്. ഞാൻ എന്റെ കയ്യിൽ പറയല്ല, ഹദീസ് വളരെ സഹീഹ്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബൂ യഹ്യാന്റെ മുസ്നദിലടക്കം ഇവരുടെ അൽബാനിയടക്കം ഏറ്റവും പ്രശസ്തമായ ഹദീസ് എന്ന് എഴുതിയ പ്രശസ്തമായ ഹദീസ്. അതിനതാ റസൂലുള്ള പറയുന്നു, ഈസാ നബി നേരെ റൗളയിലേക്ക് വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മുജാഹിദുകൾ ഇങ്ങനെ നോക്കും, ഈസാ നബി എന്താ പോണ്ട് റൗളയിലേക്കാണ്. നോക്കി ശരിയല്ല, ആളെ സുബൂരി ആവാനുള്ള എല്ലാ ലക്ഷണമുണ്ട്. കുറച്ചുകൂടി നോക്കി
അപ്പൊ റൗലിന്റെ അടുത്തെത്തി ഈ വിളിക്കാത്ത ഒറ്റ വിളി ഇതാതിന്റെ അർത്ഥം പറയോ ഈസാ നബി അതാ എന്റെ ഖബറിന്റെ സമീപത്ത് വന്നിട്ട് എന്നെ വിളിക്കുന്നു. വഫാത്തായിട്ട് എത്ര കാലമായി ഇത് വരാനുള്ളതെങ്ങനെയാണ് പറയുന്നത്? യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ എന്നെന്ന് വിളിക്കുമ്പോ ഞാൻ അന്ന് ആ ഈസാ നബിക്ക് ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എങ്ങനെയുണ്ട്? വിളിച്ചാ ചെറുക്കിയതല്ലേ? ഈസാ നബി ചെറുക്കാണെങ്കിൽ വിളിക്കോ ചെറുക്ക് ചെയ്താൽ മുഹമ്മദ് നബി നിങ്ങൾ ഉത്തരം ചെയ്യോ? പറയണ്ടേ നിങ്ങൾ മറുപടി? അപ്പൊ മുജാഹിദ് ഇങ്ങനെ നോക്കുക, ഇഷ്ടിയാത്ത ചെയ്യുന്ന പണിയാണ് താളും കൂട്ടന് മുജാഹിദ് യോഗം ചേർന്ന് തീരുമാനിക്കും ഒരൊറ്റ കുട്ടി ഈസാ നബിന്റെ കൂടെ കൂടാൻ പാടില്ല. ആള് കുബൂരിയാണ്. തൗഹീദ് തിരിയിട്ടില്ല. അല്ല പറഞ്ഞത് വാങ്ങുന്ന സാധ്യതയില്ല. അള്ളാന്റെ കൂടെ ഒരാളെയും വിളിക്കരുത് എന്നാണ്. എന്നിട്ട് ഇയാൾ ഖബറിന്റെ സമീപത്ത് വന്ന് മുഹമ്മദിനെ വിളിക്കുന്നത് വെറുതല്ല. ഇവരെ തഫ്സീർ ആരീസിയുടെ തഫ്സീർ റൂഹുൽ മആനി മുജാഹിദ് അംഗീകരിക്കുന്ന തഫ്സീറാ. അതിൽ പറയുന്നു ഈ ഈസാ നബി വന്ന് വിളിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈസാ നബിക്ക് ഇവിടെ ഭരണം നടത്താൻ ഇൽമ് വേണം. ആ ഇൽമ് റൗളയിലുള്ള ഹബീബായ റസൂലുള്ളാഹി അവിടത്തിന്റെ സമീപത്ത് വന്ന് ചോദിച്ച് പഠിക്കാനോ വിളിക്കുന്നത്. ഇൽമിന്റെ സഹായം തേടുകയാണ്, ഇസ്തിഗാസയാണ്. അപ്പൊ പറട്ടോ യോഗം ചേർന്ന് പാസ്സാക്കും ഒറ്റ കുട്ടി ഈസാവിന്റെ കൂടെ കൂടാൻ പാടില്ല. കൂടെ കൂടാൻ പറ്റിയ ഒരാളിങ്ങൾക്കുണ്ടാകും, പക്ഷെ അയാൾ അന്ന് കൊന്നിരിക്കും. ആ മുജാഹിദുകൾ എന്തായാലും ദജ്ജാലിന്റെ കൂടെ കൂടേണ്ടി വരും. നിങ്ങൾ ചിന്തിച്ചോ, ഞാൻ വെറുതെ പറയണ്ടല്ലോ. മുജാഹിദ് ഇപ്പൊ പറഞ്ഞ മാനവത്താണ്. ഇതാ മാനവത്താവുള്ള കാരണം തത്ത ശബത്തിന് ജീവൻ ഇട്ടുകൊടുത്ത ആളാണ് മുഹമ്മദ് ഷെഹീന്ന് കാലിമാര് പറയുന്നുണ്ട്. അവരിങ്ങനെ പറയും, പഠിത്തവനെ ചത്തുപോയ ആൾക്ക് ജീവൻ കൊടുത്തിരുന്നോ? അത് അള്ളാഹ്ക്കേ കഴിയൂ. അല്ല കഴിവ് കൊടുത്താൽ പോലും കഴിയൂല. അത് ജനങ്ങളെ പഠിപ്പിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് ദജ്ജാൽ വരുന്നത്. ദജ്ജാൽ വന്നിട്ട് പറയും, ഞാൻ അള്ളയാണ്. ഇതാ തെളിവ്. ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും, മഴ വർഷിപ്പിക്കും. നിഷേധിച്ചിട്ട് കാര്യമില്ല. ഖബറിൽ നിന്ന് ആളുകളെ എഴുന്നേൽക്കും, ആളെ എഴുന്നേൽക്കും. അപ്പൊ ഇങ്ങനെ നോക്കും, ഈ കഴിവ് അല്ലാത്ത ഉള്ളൂ എന്ന് നേരത്തെ പഠിച്ചതാണ്. അല്ല കൈ കൊടുത്തേക്കുന്നു, അള്ളാഹ് കഴിയും. അവ മുജാഹിദോട് വരും. അള്ള വന്നിട്ടുണ്ട് കേട്ടോ തന്നെ. പിന്നെ കയ്യും കാലത്ത് അള്ളാഹ് നേരത്തെ പറഞ്ഞതുമാണ്. എല്ലാ വിഷയത്തിലാണ്ട് എത്തി. അപ്പൊ അതാ മുജാഹിദുകളെല്ലാവരും വന്ന് അള്ളാഹു എന്ന പേരിൽ ദജ്ജാലിന് തീരുമാനമുണ്ടോ? പാവപ്പെട്ട നിങ്ങൾ അവിടെ വരും, മുഹമ്മദീന്മാരെ കയ്യിലുണ്ടാകും. ദജ്ജാലിനോട് പറയും, നീ അല്ലയല്ല, റബ്ബല്ല. എന്തുകൊണ്ട് അല്ല? ഞങ്ങളെ ശൈഖുൽ കുറിച്ച് കാലി മുഹമ്മദ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് തട്ടുപോലെ സകത്തിന് ജീവൻ കൊടുത്തിട്ടുണ്ട്. മരിച്ചുപോയ ആളുകളെ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ റബ്ബായിട്ടില്ല, അള്ളായിട്ടില്ല. അള്ള കഴിവ് കൊടുത്തപ്പോൾ ചെയ്തതാണ്. ഇതുപോലെ നിനക്ക് അള്ള കഴിവിടന്നപ്പോൾ ചെയ്തു എന്നല്ലാതെ നീ റബ്ബല്ല എന്ന് പറയാൻ മുഹമ്മദീന്മാരെ വേണ്ടി വരും കേട്ടോ. ചിലപ്പോ ഏതെങ്കിലും ആള് കൂട്ടിയ മാറിയവരുണ്ടാവും. പക്ഷെ മുഹമ്മദീന്മാരായവരുണ്ടായതുകൊണ്ട് നമ്മളതിനെ ബഹുമാനിക്കണം. ഞാൻ പറഞ്ഞു ഒട്ടപ്പോയത്തം പറയരുത്. അതെന്തെങ്കിലും പോയത്തല്ലേ? നമ്മൾ തൗറാത്തിൽ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് തൗറാത്തിൽ ഇതിനൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു, ആദരിക്കുന്നു. ആ തൗറാത്തിലെന്തിലുള്ളതൊക്കെ പള്ളന്റെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ചില ആളുകളെ കൈക്ക് അതിൽ കടത്തി കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയൊന്നും അത് ആർക്കും ചെയ്യാവുന്നതല്ലേ? അത് ഞാൻ പറയും, അതില്ലാത്തൊരു ഖുർആനാണ്, വിശുദ്ധ ഖുർആൻ. ബുഖാരി പോലും സത്യമില്ലാണ് അയാൾ പറയുന്നത്. ഇന്നിപ്പോ എന്താ വാക്കി? അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇയാൾക്ക് ഇസ്തിയാസന്റെ അവസ്ഥ. നിങ്ങൾ നോക്ക്, ഞാൻ പറയുന്നത് നിർത്തണം.
ഇങ്ങോട്ട് ഇപ്പൊ മുജാഹിദുകളും പറഞ്ഞത് നമ്മളോട് ഇവിടെ വന്നിട്ട് ഈ മുനീർ മകന് ഓതുന്ന ആയത്തൊക്കെ ഇപ്പൊ മടവൂരികൾ ഇവരോട് ഓടിക്കൊടുക്കുകയാണ്. കേട്ട് കൊടുക്കുകയാണ്. എന്താ പറയുന്നതോ? ഒരാൾ നാട് കാണിച്ചേരം മുജാഹിദിനെ പറയുന്നത് കേൾക്കുന്നതിന് പേടിയാ. കാരണം ജാറം പൊളിക്കാൻ പോയി, ധൈര്യം കൊണ്ട് രാത്രിയാണ് പോയത്. പക്ഷേ ഇറങ്ങി വന്നത് പോലീസിന്റെ മുന്നിലേക്കായി പോയി. കാരണം ഔലിയാക്കളെ ജാറം പൊളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പിന്നെ കയറി നീട്ടിക്കാം കുറെ കാലം ഇറങ്ങിപ്പോന്നുള്ളായിരുന്നു. അങ്ങനെ ഈ മുജാഹിദുകൾ ഒരു സ്വരങ്ങനെ ഇറങ്ങി വരാൻ ബ്രേക്ക് അങ്ങ് പൊട്ടി ബസിന്റെ. അപ്പൊ ഒരാൾ അല്ലാതെ വിളിച്ചു, ഒരാൾ മുഹമ്മദ് ശേഖരെ വിളിച്ചു, ഒരാൾ അയ്യപ്പനെ വിളിച്ചു. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയും ഇത് അല്ലാഹുവിനെ വിളിച്ചത് മാത്രമേ ശരിയുള്ളൂ. അത് കണ്ടിട്ടോ ഇപ്പത്തെ മുജാഹിദുകൾ മാറ്റി. ഇപ്പൊ പറയുന്ന അല്ലാതെ അതുപോലെ തന്നെ മറ്റ് ഔദ്യോഗികരെയും വിളിക്കാൻ പാടില്ല. പക്ഷെ അല്ലാതെ വിളിക്കാം നമ്മൾ ആൾക്കാരുണ്ടല്ലോ ജിന്നു ചെയ്യിക്കാൻ പോലത്തെ വിളിക്കാം. അതാണ് മുജീബ് പറയുന്നത്, അതാണ് സദായി പറയുന്നത്. അപ്പുറത്തെ മൗലവി ജിന്നിനെ വിളിക്കാനോ? അല്ലാഹ് പറഞ്ഞത് അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഊ മഅല്ലാഹി അഹദാ. അത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. അതുകൊണ്ട് നിങ്ങൾ ശിർക്കിലാണ് കേട്ടോ. അല്ലെങ്കിൽ പല കഥാലും ചെയ്യുന്നത് നമ്മളെല്ലാവരും മുസ്ലിക്ക്, ഏപ്പിസ്താദ് മുസ്ലിക്ക്, ഈക്കസ്താദ് മുസ്ലിക്ക്, ശിവാബിടങ്ങളും മുസ്ലിക്ക്, എല്ലാവരും പുറത്തു. ആകെ ഒരു മുജാഹിദ് മാത്രമേ അകത്തുണ്ടാവുള്ളൂ. പക്ഷെ മുജാഹിദ് രണ്ടും പോയി. അതെങ്ങനെയാണെന്നറിയോ? മടവൂരികൾ പറഞ്ഞു ഏപ്പി വിഭാഗം മുജാഹിദ് മൊത്തം നരകത്തിലാകും. അപ്പോഴും വെറുതെ ഇല്ല. അല്ലല്ല, മടവൂരികൾ മുഴുവൻ നരകത്തിലാണെന്ന് ഓടും. ഇപ്പൊ സ്വർഗം കാര്യം അപ്പോൾ അഭിപ്രായത്തിൽ നിങ്ങൾ ചിന്തിക്കണം. ഈ സമൂഹം എത്തിപ്പെട്ട ഗതികോട് പറയട്ടെ. മടവൂർ വിഭാഗത്തിന്റെ മേധാവി ഇവരെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചേക്ക്. നമ്മളെപ്പറ്റി പറയുന്നൊക്കെ ഒരു പങ്കോട്ട് പറയുന്നുണ്ട്. 2007 ഏപ്രിൽ മാസം, ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അബോധികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. ഇതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദുള്ള ഐനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്നതിന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. വിജനപ്രദേശത്ത് എന്റെ അടിമകൾ വൈദഗ്ധ്യം വന്നാൽ അവരെ സഹായിക്കണം. അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കയ്യിൽപ്പെട്ട കാര്യം അപ്പൊ അള്ളാഹ് നിശ്ചയിച്ചതാണല്ലോ. അള്ളാഹ് നിശ്ചയിച്ചതാണ്. അതെന്നെ ഞങ്ങളും പറഞ്ഞത്. ഇതാതിന്റെ പ്രശ്നം. അള്ളാഹ് നിശ്ചയിച്ചവരോട് ചോദിച്ചതാണ്. ശരി, അതന്നെ ഞങ്ങൾ പറയുന്നത്. അള്ളാഹ് സഹായിക്കാൻ വിളിച്ചാൽ നിശ്ചയിച്ചവരോട് ഞങ്ങളും ചോദിച്ചു. ഇന്നമാ വലിയിക്കുമില്ല, നിങ്ങളെ സഹായി അള്ളയാണ്, റസൂലുമാണ്. അതേ നിസ്കാരവും നോമ്പും നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളും നിങ്ങളെ സഹായിയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഇത് വിശദീകരിച്ച് പണ്ഡിതന്മാര് പറയുന്നു, മരിച്ചുപോയ മുഅ്മിനീങ്ങളും സഹായിക്കും കേട്ടോ. അല്ലാഹ് നിശ്ചയിച്ചു ഞങ്ങൾ ചോദിക്കുന്നു. അപ്പൊ ജിന്നിനോട് പത്തിൽ പെങ്ങൾ പറഞ്ഞതോട് തൗഹീദ് പൊട്ടിപ്പൊളിഞ്ഞ് സാമ്പറായി പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പൊ ഇവരാകെ കുടുങ്ങി. കാരണം എന്താ പറയുക? ജിന്നും ശൈത്താനും കൂടി വന്നവിടെ മുജാഹിദ് നിൽക്കത് ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഇവർ പറയുന്നു ഇന്നീ പണ്ഡിതന്മാരെ മുഴുവനും തങ്ങൾക്ക് തന്നതാണ്, അല്ലാതെ യാതൊരു രക്ഷയില്ല. ഈ പൊട്ടപ്പോയത്തമെന്ന് പറയല്ലേ എല്ലാ സ്ഥലത്തും. ഏത് ശരീരം കൊണ്ടുപോയി കൊടുത്തിട്ട് അംഗീകരിക്കൂടാന്ന് പറഞ്ഞിട്ടോ അപ്പുറത്ത് അതിന്റെ വിഷയം പറഞ്ഞിട്ട് 5 മൗലിക എണ്ണിക്കൊടുത്തത് കാട്ടി വെച്ചിട്ടാ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഈ കളവ് പിടിക്കൂലേ? അതുകൊണ്ട് ഇയാൾ പറയുന്നു നമ്മക്ക് ശരിക്ക് പറഞ്ഞെങ്കിൽ ഈ മുസ്ലിയാക്കന്മാരെ ഒന്ന് സങ്കല്പിടണം. സങ്കല്പം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ സ്നേഹമുണ്ടോ?
ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിംമാരെ കണ്ണലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക, കുളിപ്പിക്കുകയും ഡ്രസ് മാറ്റി കൊടുക്കുകയും ചെയ്യുക. ഒരു 5 കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട, പിടിച്ചു കെട്ടിയ മതി. വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല, പിടിച്ചു കെട്ടുക, എന്നിട്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ മോചിപ്പിക്കുക, അവർക്ക് സ്വർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക. നല്ല വഴിയായിരിക്കും, നല്ല വഴിയായിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ പിന്നെ വ്യവസ്ഥക്ക് വന്നുമുണ്ടല്ലോ, നമ്മുടെ വ്യവസ്ഥക്ക് വേണ്ടിയില്ലല്ലോ. കൊല്ലണ്ട, അതിന് അവകാശമില്ല, പിന്നെ പിടിച്ചു കെട്ടിയാൽ മതി. മൂപ്പർക്ക് സ്ത്രീധനം കിട്ടിയല്ലോ മുസ്ലിംമാരിൽ പറഞ്ഞ്. ഇല്ല, നിങ്ങളെ ചങ്ങല, ആ ചങ്ങല കെട്ടുകൾക്ക് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെയോ പ്രവർത്തകരെയോ ഒരു തെക്കും ചെയ്യാൻ കഴിയില്ല. സത്യമാണ്. ഞങ്ങളുടെ ശരീരത്തിലുള്ള ആയുഷിരുന്ന കാലത്തോളം അഹ്ലുസുന്നത്തിന് വേണ്ടി നിങ്ങൾ ശബ്ദിക്കുക തന്നെ. ഐക്യവേദി വ്യവസ്ഥ എഴുതിയോണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളെ പിടികൂടന്നെയും ബാംഗ്ലൂരിലെ നോട്ട് കത്ത് കൊടുത്തിരിക്കുകയാണ്. നേരെ ഡയറക്റ്റ് കത്താ മുജാഹിദ് വരട്ടെ, നിങ്ങൾ കാത്തിരിക്കാണ് കൊണ്ടോട്ടിയിലേക്ക് കത്ത് കൊടുത്ത് എല്ലാ സ്ഥലത്തും കൊടുക്കാണ്. നിങ്ങളെ കിട്ടണം വാദപ്രയോഗത്തിന്. നിങ്ങളെ കളി നടക്കൂല. മങ്കൂസുമായി വാദപ്രയോഗം നടത്തണം നമുക്ക്. എന്നിട്ട് വസ്തകാസത് ഇരുന്ന് ചർച്ച ചെയ്യണം. ഏതിന് വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നേരെ ഒന്നെന്ന് പറഞ്ഞോളൂ. നബി റസൂലുള്ളാഹിയോട് സഹായം ചെയ്യുന്നല്ലേ? ഡസൻ കണക്കിന് വായിക്കുന്നവരായ കുട്ടികളാണ്. വായിക്കണോ? വരും സംവാദത്തിന് അതാ പറഞ്ഞത്. വെറുതെ സ്റ്റേജിൽ വന്ന് വസലാവാൻ വേണ്ടി നോക്കരുത്. നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് അങ്ങനെ തങ്ങലപ്പെടണം മാത്രമല്ല, ഒപ്പര് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് കൊന്നു കളഞ്ഞാലേ ഈ സമയം ശരിയാവുന്നതാണ്. അതുകൂടെ കേട്ടോളൂ. ആദ്യം ആദ്യം കാണിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ബാലേശ്വരനോട്ടെ. ഇവരൊക്കെ ഇസ്ലാമിക രാജ്യത്തിലാണ് ജീവിക്കുന്നുണ്ടോ? ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ അതുകൊണ്ടാണ് ഇവർ അവിടെ ചെന്നിട്ടുണ്ട് ഇതിനെ മുജാഹിദായിരുന്നു. നോക്കിങ്ങള് നല്ല തിരി അതിന് എന്നിട്ടോ നമ്മളെ മാത്രമല്ല ഇപ്പൊ പേടി, മദ്രസിന് കുട്ടികൾ വളർന്നൊരു ഭയം പേടിയാണ്. സുന്നി മദ്രസയിൽ കുട്ടികൾ പഠിച്ചു വരുമ്പോ ഈ കുട്ടികളെല്ലാം കൂടി വലുതായ സംഗതിയാണ് പ്രശ്നമാണ്. കാരണം എല്ലാ കുട്ടികളും പഠിച്ചു വലുതായാലും അപ്പൊ എല്ലാം പഠിക്കും. ഈ പൊട്ടത്തരങ്ങളൊന്നും നടക്കൂല. അപ്പൊ ഇയാൾ പറയുന്നു സുന്നി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ മുഴുവനും തല തിരിച്ചു കൊണ്ട് കളയണം. പച്ച മലയാളത്തിൽ പ്രസംഗിക്കാൻ രക്ഷയില്ലാന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് സുന്നി മദ്രസയിൽ പഠിക്കുന്ന സർവ്വ കുട്ടികളെയും കഴുത്തിനൊരുത്തി കൊന്നുകളയണം. അദ്ദേഹം എന്ന് പറയട്ടെ, ഒരു മുസ്ലിം ഞാൻ പറഞ്ഞു അയാൾ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികളെ കഴുത്തിനൊരുത്തി കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികളെ വളർന്നാൽ ഭൂലോകത്തിന് സോദരത്തിൽ ഉണ്ടവരായി അദ്ദേഹത്തിന് അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഇവരുടെ അറിയിച്ചാൽ കഴുത്തുമറിഞ്ഞ് കൊന്നപോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തിനൊരുത്തി കൊന്നതായിരിക്കും ഒരുപക്ഷെ ലോകത്തെ അടുത്തുനിന്ന് ഏറ്റവും വലിയ സേവനം. കാരണം അത്രയും ഒരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. തെളിവ് ഖുർആൻ തെളിവ് പറഞ്ഞാൽ ഹിബിർനബി കുട്ടിയെ കൊന്നതാണ്. ഹിബിർനബി കുട്ടിയെ കൊന്നല്ലോ. അതാ മൂപ്പര തെളിവ്. സുന്നി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ തല തിരിച്ചു കൊന്നു കളയണം. അത് ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും. നല്ല സേവനം. നോക്കൂ നിങ്ങൾ, ഇത് നമ്മൾ വെറുതെ പറയാനോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവർക്ക് നമ്മൾ തൽക്കാലം പറ്റിയ ഒരു പണി എടുക്കാൻ പോവാൻ ആരും എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ല. കാരണം ഐക്യവേദിന്റെ സുഹൃത്തുക്കളോട് ഞങ്ങൾ വീണ്ടും അഭിനന്ദനം അറിയിക്കുന്നു. നിങ്ങൾ മുജാഹിദുകളെ ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊപ്പം വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. മുജാഹിദുകൾ പറയുന്നത് വളരെ ന്യൂനപക്ഷമായ ഒരു ഭാഗമാണ്, ചിന്തിക്കാൻ കഴിയില്ലാത്തൊരു ഭാഗം. ഖുർആൻ അവർക്കറിയില്ല, അറബി അവർക്ക് തിരിയില്ല, എന്താണ് മൗലിദ് എന്നതിന്റെ അർത്ഥം പോലും അവർക്കറിയില്ല. മങ്കൂസ് മൗലിദും കാഫും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. സുന്നി പണ്ഡിതന്മാരെ സംഘടിപ്പിക്കണമെന്ന് പറയാനല്ലാതെ പാവപ്പെട്ട സുന്നികളെപ്പോലും കഴുത്തുനെടുത്ത് കൊന്നുകളയണം എന്ന് പറയാനല്ലാതെ ഒരു സുന്നിക്കും അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അവർക്ക് പറ്റിയ ഒരു പണിയുണ്ട്, അത് നമ്മൾ കൊടുക്കുന്ന വേണം. കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ പണി മുജാഹിദ് ബാലിശ്ശേരി എന്ന് പറഞ്ഞോട്ടെ, അദ്ദേഹം ആ പണി എന്ന് പറയും, അത് അവർക്ക് പറ്റിയ പണിയായിരിക്കും.
ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പലിശ മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിലുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അത് നമ്മൾ മുജാഹിദുകൾ തന്നെ കൊടുക്കല്ലേ? കാരണം എന്താ? സ്ത്രീകൾക്ക് മനസ്സിലായി മുജാഹിദ് വന്നാൽ പിന്നെ അതില്ലാതെ നടക്കാൻ പറ്റില്ല. ഇതാണ് അവർക്ക് ഏറ്റവും നല്ല പരിപാടി. ഖുർആൻ നോക്കാൻ നിങ്ങൾ വരണ്ട, ദിവസത്തിൽ തീരെ പറ്റില്ല. കാരണം സ്ഥലം പറയുന്നത് അവനോട് കാണുന്നത് ആ 43 കട്ടേച്ചത് അത് നമുക്ക് 43 നമ്മളെ ഐക്യവേദിയുടെ പ്രവർത്തകർ 5 മൗലിദ് ചൂണ്ടിക്കാണിക്കുന്ന രംഗം ഞാൻ വെറുതെ പറയാമോ? ഹലോ ഹലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അതിന് വായിച്ചാൽ മൗലിദുകളൊന്നും വായിക്കണം. ഏതൊക്കെ മൗലിദുകൾ വായിക്കണം? ഒന്ന് മറുപടി പറയുന്നത്, ഒന്ന് ശറഫലന മൗലിദ്, മറ്റൊന്ന് മങ്കൂട്ട് മൗലിദ്, ബദർ മൗലിദ്, വഹീദ് മൗലിദ്, ഇഷാറി മൗലിദ്. ഇവിടെ 5 മൗലിദുകളാണ് സുന്നി വിഭാഗം അംഗീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ചോദ്യം, ഐക്യവേദികൾ ചോദ്യം, മുജാഹിദ് പക്ഷത്തോട് ഈ 5 മൗലിദുകളെ ആസ്പദമാക്കി നിങ്ങൾക്ക് സംവാദത്തിനും തയ്യാറാണ്. നിങ്ങൾ അടുത്ത വിശദീകരണത്തിൽ ആളല്ല, ഇതൊന്നും വിശദീകരണമില്ല. ഈ 5 മൗലിദുകൾ അടക്കമുള്ള മുഴുവൻ മൗലിദുകളും വിശദീകരണമാകുന്നു. അത് ഞങ്ങൾ സംവാദത്തിൽ തയ്യാറാണ്. ഇത് കൂടുതൽ ചർച്ചയില്ല. 2 കൂട്ടി ഈ വാക്കുള്ള കാര്യം കൂടുതൽ തയ്യാറാക്കാം. ഞങ്ങൾക്ക് പ്രഖ്യാപിച്ച 5 മൗലിദുകൾ ഞങ്ങൾ വരുന്നത് 5 മൗലിദുകൾ 5 മൗലിദുകൾ അല്ല. അവിടെ ഉണ്ടായിരുന്നു അതടക്കമുള്ള മൗലിദ് എന്ന് പറയുമ്പോൾ അവിടെ ഞങ്ങൾക്ക് നിബന്ധന വരുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകൾ. അല്ലാത്ത മൗലിദ് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ സുന്നി വിഭാഗം പറഞ്ഞ 5 വിഭാഗം മൗലിദ് ആ വിഷയത്തിൽ മാത്രം ആ മൗലികൾ 5 മൗലികൾ ആസ്പദമാക്കി സംഭാവന നടത്താൻ തയ്യാറുണ്ടോ? മറ്റു മൗലികൾ നടത്താനായി ഞങ്ങൾ ഇതിൽപ്പെട്ടതല്ല. ഈ 5 മൗലികൾ മാത്രം അതിന് സമ്മാനം തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ കാരണം എന്താ ഇത് പറയാൻ കാരണം ഇതിങ്ങനെ പാഠം മുന്നോട്ട് പോകില്ല. ഇത് എവിടേക്കും എത്തണം, ഇത് നടത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാനാണ്. അല്ല, ഓരോ കാര്യത്തിലും പുറകോട്ട് പോവുകയാണ്. അവർ പറഞ്ഞൊക്കെ ഞങ്ങൾ സന്ദേശം അതിന്റെ പുറകോട്ട് പോവുകയാണ്. അതാണ് ഇവിടെ ഞാൻ കഴിക്കണം. ഞാനാണ് പറഞ്ഞത് നിങ്ങൾ എത്ര മണി അവർ പറഞ്ഞു 5 അല്ലേ? അവര് പറഞ്ഞത് അവർക്ക് സഹചാരിക്കൊണ്ടിരുന്നത് ആക്കാതെ കൊണ്ടിരുന്നത് അതടക്കമുള്ള എല്ലാ മൗലിദുകളും മാത്രം. ഇതിലൊരു സംഗതി വിദ്യാഭ്യാസത്തെ പോലുള്ള സംഗതി പറഞ്ഞ ഇതിന് മറുപടി പറയുന്ന അതെന്ത് സംഗതി തന്നെയുണ്ട്. നിങ്ങൾ നോക്കി ഇതന്നെ പ്രശ്നം. നമ്മളിപ്പോ എന്താ നബിദിനമാണ് നമ്മളേത് മോചിത വരിക? സാധാരണക്കാരോട് നിങ്ങൾ റബീലയിൽ വന്നാൽ നമ്മൾ ഷറഫുലനാമോടും മങ്കൂസോടും അല്ലേ? അതാണ് ഓടുക. പിന്നെ ആണ്ടോന്നാരോടും ശേഖരന്റെ മൗലിദോടും റിഫായി മൗലിദോടും അതൊക്കെ ഞങ്ങൾ ഓടുന്നതാണ്. അതിന് ആർക്കും തർക്കമില്ല. ബർഗഞ്ച് മൗലിദോടാറുണ്ട്. എന്നിട്ട് ഈ സമൂഹം ഓടുന്ന ഈ മൗലിദിലാണ് ശിർക്കും വിജയത്തിന് പറഞ്ഞ് സ്റ്റേജിലുമൊക്കെ പ്രസംഗിക്കുകയും വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകൾ. പക്ഷേ മുറ്റുമടക്കി കഴിയുന്നവർക്ക് ഇല്ല. ഈ 5 മൗലൂദ് പോയിട്ട് ഞങ്ങളുടെ ഒരു മൗലൂദിന്റെ ഒരു പോലും ശിർക്കാണെന്നോ ദുരിതത്താണെന്നോ തെളിയിക്കാൻ ഇല്ല. ദൈവത്തിനാണ് വരെ ഒരൊറ്റ മൗലവിക്കും സാധ്യമല്ല എന്നിവിടെ ഈ സദസ്സ് പ്രഖ്യാപിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങൾ ഒരു ചൂടുകൾ നിങ്ങളെ കളവ് പിടിക്കാൻ വേണ്ടി.
നിങ്ങളൊരു സീരിയറ്റ് വന്ന് അതിന് കട്ടേതാ ബാക്കി കാണിക്കുകയാണ് പ്രതീക്ഷിച്ചത്. പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ പറയുന്നു വ്യക്തമാണ്. ഈ സമൂഹം ഓതുന്ന മൗലിദുകളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് നിങ്ങളെ മുന്നിലിട്ട് തന്നിരിക്കുന്നത്. എന്തേ നിങ്ങൾ മാറിപ്പോയത്? ഞങ്ങൾ റബീഉൽ മുഴുവനും ഓതുന്ന മങ്കൂസ്, ഞങ്ങളിൽ നിന്നൊരാൾ മരിച്ചാൽ അവിടെ മങ്കൂസ് ഓതും, സർവ്വനാമോതും. ഞങ്ങൾ വീട് പുതിയ വീട്ടിൽ ചെന്ന് താമസമാക്കുന്ന മൗലിദോടാറുണ്ട്. അതും സർവ്വനാമോദിതും, അതും മങ്കൂസ് മൗലിദ്, അതും ബദർ മൗലിദാണ്. ഞങ്ങൾ ഇശാഇ ശേഖന്റെ ആണ്ടോറും ഇശാഇ മൗലിദ്. അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ ഒരു വീടിന് പുതിയ രൂപത്തിൽ അവിടെ താമസിക്കുമ്പോൾ വരെ അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ സർവ്വ പ്രോഗ്രാമുകൾക്കും ഞങ്ങളോടുന്ന സർവ്വനാം, ഞങ്ങളോടുന്ന മങ്കൂസ്, ഞങ്ങളോടുന്ന മുഹമ്മദ് മൗലിദ്, ഞങ്ങളോടുന്ന ബദർ മൗലിദ്. ഇതിന്റെ ഏതെങ്കിലും ഒരു വാചകത്തിൽ ശിർക്കോ ബിദ്അത്തോ കാണിച്ചു തരാൻ ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് എന്തോ പറ്റി നടത്തിയത്, എന്തോ മിണ്ടാതിരുന്നത്, എന്തോ വിറച്ചിറമില്ലാതെ പോയത്. ഇതിവിടെ വന്ന് വെല്ലുവിളിക്കാം, എന്നിട്ട് സമാധാനിക്കാം. അപ്പോ ആദ്യം 5 മൗലിദങ്ങൾ കഴിയട്ടെ. ഈ വല്ലപ്പുഴക്കാരോട് പറയുന്നു, മുജാഹിദിനെ കണ്ടാ പറഞ്ഞ എന്ത് 5 മൗലിദ് തീരട്ടെ, അടുത്ത ആഴ്ച ഞങ്ങൾ വരും. വല്ലപ്പുഴക്കാർക്ക് ഞങ്ങൾ ബോസ് വരുന്നു, പേടിക്കണ്ട. 3 ഇൻഷാഅല്ലാ ജീവൻ ശരീരത്തിൽ ആരോഗ്യാശയത്തുണ്ടെങ്കിൽ ഇപ്പോൾ വാദപരിഹാരത്തിന് വ്യവസ്ഥയ്ക്ക് വന്ന ഞങ്ങൾ തന്നെ വരും. എന്നിട്ട് അതാ 5 മൗലിദ് സംവാദം കഴിഞ്ഞ അടുത്ത ദിവസം അടുത്ത മൗലിദ് എഴുതിക്കോളൂ, പേര് ഞങ്ങൾ എഴുതിട്ട് അത് കഴിഞ്ഞ് അടുത്ത ദിവസം 5 മൗലിദ്. ഞങ്ങൾക്ക് കാര്യമായിട്ട് വേറെ പണിയൊന്നുമില്ല. അതല്ലേ, അതാണ് ആൺകുട്ടികളുടെ സ്വഭാവം. അതിനാ രംഗത്ത് വരേണ്ടത്. ഇത് മൗലൂദിനെ എതിർപ്പറിഞ്ഞ് നടക്കുക അനുവദിക്കുകയില്ല. എന്നോട് ഞാൻ പറയുന്നു, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ കുറിച്ച് ഞങ്ങൾ മാത്രമല്ല വലിയ വലിയ മൗലൂദുകൾ എഴുതി, മൗലൂദുകൾ ലഭിച്ചു. സഹാബാക്കൾ വരെ അവിടുത്തെ പാട്ടുപാടി അവിടുത്തെ സഹായമില്ലാതെ രക്ഷയില്ലെന്ന് പഠിപ്പിച്ചു. ഒന്നുകൂടി പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നതും റസൂലുള്ളാഹിയെ വിളിക്കുന്നതും തെറ്റാണെന്ന് പ്രഖ്യാപിക്കുന്ന മുജാഹിദുകളില്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ സമാധാനിക്കുക. മുജാഹിദുകളും ഇസ്തിഗാസ ചെയ്യും കേട്ടോ. ഇത് ഞാൻ പറയുന്നത് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന വിശ്വാസികളുടെ മനസ്സിലേക്കാണ്. ഏറ്റവും കൂടുതൽ ബേജാറുള്ള സമയം ആ സമയമാണ് മസ്സറ എന്ന് പറയുന്നത്. സൂര്യൻ താഴോട്ട് ഇറങ്ങുന്നുപോയി എല്ലാ ഭാഗത്തും ദൃശ്യങ്ങളാണ്. ഉയർത്തി കുടിച്ച ആളുകൾ എല്ലാം എവിടെയും കാണാൻ കണ്ണില്ലാത്ത അത്രയും രൂപത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ. ആ സമയത്ത് 50,000 കൊല്ലം ഒറ്റ നിൽപ്പാണ്. ആ നിൽപ്പിൽ നിന്ന് രക്ഷപ്പെടണം. സ്വർഗത്തിലേക്കായാലും നരകത്തിലേക്കായാലും കുഴപ്പമില്ല, ഒന്ന് രക്ഷപ്പെടണമെന്ന് ആളുകൾ ചിന്തിക്കുമ്പോൾ അതാ മസ്തറയിൽ വെച്ച് എല്ലാ ജനങ്ങളും തീരുമാനമെടുക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അവർ ആദം നബിയോട് ഇസ്തിഗാസ ചെയ്യുന്നു. എല്ലാവരും പോവാണ്, ഒരാളും ബാക്കിയില്ല. അങ്ങനെ ആദം നബി പറഞ്ഞു, മക്കളെ ആദം നബി അലൈഹി ഇസ്ലാം കൈമലർത്തി. ഞാൻ തിരിച്ചു പറയുന്നു, നൂഹ് നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം, അവസാനം നേതാക്കളുടെ നേതാവായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലിക്കോളൂ മദീനത്തേക്കൊരു സലാത്ത്. യാ റബ്ബി സല്ലി അലാ മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ. എല്ലാവരും റസൂലുള്ളാഹിന്റെ സമീപത്തെത്തി. സഹീഹുൽ ബുഖാരിയ പറയുന്നത്, ഇത് വല്ലാത്ത ഒരു സമയമാണ്, ഇവിടെ ഞങ്ങൾ സുരക്ഷയില്ല. അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു, അന്ന് ഞങ്ങളുടെ കാര്യം റബ്ബിനോട് പറയണം കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ ഒറ്റ ചോദ്യം? ആ കൂട്ടത്തിൽ മുജാഹിദില്ലേ? അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് വന്നതാ.
മുജാഹിദേ എന്തിന് ഈ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണം? അവിടുന്ന് നിനക്ക് പറയാൻ ധൈര്യമുണ്ടോ? എല്ലാവരും ഇങ്ങനെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകുന്നത് എങ്ങോട്ടാ? നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്കാണ്. ഞങ്ങളില്ല, ഞങ്ങളെങ്ങോട്ടാ? ഞങ്ങൾ നേരെ അള്ളാഹിനോട് കാര്യം പറയാൻ പോവാണ്. അള്ളാഹുവിന്റെ അടിമത്തല്ല പേര്. അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹിനോട് ഡയറക്റ്റ് പറയാണ്, ഞങ്ങൾക്ക് റസൂലുള്ള വേണ്ട. പറയാൻ ധൈര്യമുള്ള മുജാഹിദുകളുണ്ട്. ഇല്ലെന്ന് മാത്രമല്ല, ജീവിതം നിൽക്കുന്ന റിയാദത്ത് ഇതാണ് റസൂലുള്ളാഹി. നിങ്ങളൊക്കെ നിൽക്കണം. കൂടുതൽ പറയാനുണ്ട്. നമുക്കത് അനുവദിച്ച സർവീസിൽ സമയം കഴിഞ്ഞതുകൊണ്ട് തൽക്കാലം നിർത്തും. എല്ലാവരും നടത്തി വരിക. നമുക്ക് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അവസാന നിമിഷത്തിലും നമ്മളെ സഹായിക്കാനുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് മാത്രമല്ലല്ലോ, നരകത്തിൽ പാവപ്പെട്ട വിശുദ്ധീങ്ങൾ കിടക്കുമ്പോൾ അവർ ചെയ്ത തെറ്റിന്റെ കാരണമായി നരകത്തിന്റെ ആടിയിൽ തൊട്ട് അതാ ഉലയുമ്പോൾ ഒരു നേതാവിന്റെ മുഖം കാണുന്നു. നരകത്തിലുള്ള മുഅ്മിനീങ്ങളിൽ നിന്ന് നോക്കിയപ്പോ അത് നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ മുഖമാണ്. ആളുകൾ സന്തോഷം കൊണ്ട് വിളിച്ചു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി. നേതാവ് വന്നിരിക്കുന്നു, നമുക്ക് സമാധാനിക്കാമെന്ന് പറഞ്ഞു ആ നേതാവിന്റെ കൈവിടിച്ച് മുഅ്മിനീങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ വിട്ടിട്ട് ഒരു സ്വർഗത്തിലേക്ക് ഒരാൾക്കും ചെല്ലാൻ കഴിയില്ല. അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. അതിന് സുന്നത്തുജമാഅത്തിൽ മെമ്പറാവുക എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമുക്ക് പിന്നെയും വിശദീകരിക്കാം. ആവശ്യത്തിന് മതിയല്ലോ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.